ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അയന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പൊട്ടറ്റോ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൊട്ടറ്റോ ബജിന്നോ അല്ലെങ്കിൽ പൊട്ടറ്റോ പക്കവട എന്നൊക്കെ വിളിക്കാം. അപ്പോൾ നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത്. നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക്. അപ്പോൾ നമുക്ക് അത് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു 4-5 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നല്ലോണം മണ്ണുണ്ടാവും. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മുടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ കുക്കർ നന്നായി അടച്ച് വെച്ച് ഫ്ലെയിം ഓണാക്കി സ്റ്റവിൽ വെച്ച് ഒരു 2-3 വിസിൽ വരുത്തിയെടുക്കാം കേട്ടോ. പക്ഷേ നന്നായിട്ട് വേവണം, നമുക്കിത് ഉടയ്ക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഇതാ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊന്നും ചൂടാറട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതാ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു സവോള, ഒരു ഇഞ്ചി കഷ്ണം ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ട് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും. എന്നിട്ട് നമ്മൾ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചോപ്പറിലിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ആയാലും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഏറ്റവും എളുപ്പം ചോപ്പർ തന്നെയാണ്. ഇതിപ്പോൾ ഞാനത് വിട്ടുപോയി, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിനെയൊക്കെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങനെ കറിവേപ്പില അങ്ങനെ ചെറുതായിട്ട് നമ്മുടെ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടി, അത്ര തന്നെ മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂണോളം നമ്മുടെ ഗരം മസാല പൊടി, പിന്നെ ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി. അപ്പോൾ അത് അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ കായത്തിന് പൊടി ഉണ്ടായിരുന്നില്ല, കായം മുഴുവനായിട്ടുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് കുറച്ചിങ്ങനെ വെള്ളത്തിൽ അലിയിച്ചിട്ട് ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കായം പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയോ. പിന്നെ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മിക്സായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കടലമാവ് ഒരു 3 സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സോഡാപ്പൊടിയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് മുട്ടയൊക്കെ ചേർത്ത് കൊടുത്താലും നന്നായിട്ട് ഇങ്ങനെ നല്ല വീർത്ത് വരും. പിന്നെ ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിയെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു ഇത്തിരി പൊടിയും കൂടി ആഡ് ചെയ്ത് അത് ശരിയാവുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്തിരിയായിട്ട് ഇങ്ങനെ ഒരു സ്പൂണിലെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത്തിരീശ ഇങ്ങനെ ഓരോ സ്പൂണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിട്ടും. അതായത് ഇതുപോലെ ഒരു പക്കാവടയുടെയൊക്കെ ഒരു ഇതിലിങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോ സൈഡാകുമ്പോൾ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ട്രിപ്പ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിയിട്ട് ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു തക്കാളി ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.